നിങ്ങൾ ഗൂഗിളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ 2016 വൈറലായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു ശ്രീകാന്ത് ബൊല്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ. ആന്ധ്രാപ്രദേശുകാരനായിട്ടുള്ള ശ്രീകാന്ത് ബൊല്ല കണ്ണ് കാണാത്ത കുട്ടിയാണ്. 10ാം ക്ലാസ്സിൽ 96% മാർക്കൊക്കെ വാങ്ങിയിട്ട് സയൻസ് പഠിക്കാൻ പോകുമ്പോൾ അവിടെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് സയൻസ് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ കേസ് നടത്തിയിട്ട് അവസാനം ശ്രീകാന്ത് ബൊല്ലയുടെ റിസ്കിൽ, തോറ്റാലും നിന്റെ സ്വന്തം റിസ്കിൽ മാത്രമാണ് നീ സയൻസ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് സയൻസ് പഠിക്കാൻ അനുവദിച്ചു. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സയൻസ് പഠനക്കാരനാണ്. +2 സയൻസ് എടുത്ത ആളാണ് ശ്രീകാന്ത് ബൊല്ല. +2ൽ 98% മാർക്കോടുകൂടെ അവൻ ആദ്യമായിട്ട് സയൻസ് എടുത്തത് സ്വന്തം റിസ്കിൽ പഠിച്ച് അവൻ്റെ ടീച്ചർമാരുടെ മുന്നിൽ, ടീച്ചർമാരൊക്കെ പറഞ്ഞു പ്രാക്ടിക്കൽ ഉള്ളതുകൊണ്ട് നിനക്ക് സയൻസ് നടക്കൂല, അതേ ടീച്ചർമാരുടെ മുന്നിലൂടെ 98% മാർക്ക് വാങ്ങി അവൻ പാസ്സായി എടുത്തത്. എന്നിട്ട് IIT-യിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ പല IIT-കളിലും അപേക്ഷിച്ചു. പക്ഷെ അന്ധനായതുകൊണ്ട് അവിടെയും സീറ്റ് കിട്ടിയില്ല. അങ്ങനെ ഒടുക്കം പുറത്തുള്ള സ്കോളർഷിപ്പ് ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് അവൻ അഡ്മിഷൻ കൊടുത്തു മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അമേരിക്കയിൽ. അവിടുന്നും ഉയർന്ന മാർക്ക് വാങ്ങി ശ്രീകാന്ത് ബൊല്ല. പിന്നീട് കാണുന്നത് എവിടെയാണെന്നറിയോ? 2016-ൽ ഫോബ്സ് മാസികയുടെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ 30 വയസ്സിന് താഴെയുള്ള കോടീശ്വരന്മാരുടെ പട്ടികയിൽ 16ാമത്തെ പേര് ശ്രീകാന്ത് ബൊല്ലയുടെ പേരായിരുന്നു. അന്നാണ് ശ്രീകാന്ത് ബൊല്ല ആരാണെന്ന് ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യപ്പെടുന്നത്. കാരണം അവിടുന്ന് പഠനം കഴിഞ്ഞിട്ട് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി അതിൻ്റെ CEO സ്ഥാനത്തിരുന്നിട്ട് ആദ്യം ബൊല്ല ചെയ്തെന്തെന്നറിയോ? ഭിന്നശേഷിക്കാരായിട്ടുള്ള 100-ലധികം പേർക്ക് മാത്രം ജോലി കൊടുത്തു തൻ്റെ കമ്പനിയിൽ. അതായത് സമൂഹം മാറ്റി നിർത്തിയവരെ തൻ്റെ കമ്പനിയിൽ ജോലിക്കാരായിട്ട് നിയമിച്ചുകൊണ്ട് അതിന് പ്രതികാരം, മധുര പ്രതികാരം എന്ന് പറയും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഇപ്പോഴുണ്ട് ബൊലാൻഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോഴുണ്ട്. ഈ പറയുന്ന അദാനിമാരുടെയും അംബാനിമാരുടെയൊക്കെ കൂട്ടത്തിൽ കോടീശ്വരനായിട്ടുള്ള ആ ഒരു ലിസ്റ്റിലേക്ക് ശ്രീകാന്ത് ബൊല്ലയും എത്തിച്ചേർന്നുവെങ്കിൽ നമുക്കിങ്ങനെ കഥയൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? കൈയടിക്കാൻ തോന്നും, രോമാഞ്ചം വരും. എന്താലേ? അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സെക്കൻഡിൽ നമ്മൾ ആരിലേക്ക് തന്നെ തിരിച്ചു പോവും? നമ്മളിലേക്ക് തന്നെ തിരിച്ചു പോവും. എന്നിട്ടോ എനിക്കൊക്കെ ഈ കണ്ണൊക്കെ ഉള്ളതാണ് ഈ പ്രശ്നം. കാരണം ഞാൻ ഈ 24 hours ഇങ്ങനെ കണ്ടു നടക്കുകയല്ലേ. എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കണം, ഉപ്പാനെ നോക്കണം, ഷോപ്പിങ്ങിന് പോകണം. കണ്ണൊന്നുമില്ലെങ്കിൽ ഞാനും 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് 1 മിനിറ്റ് കണ്ണടച്ചിട്ട് എന്ത് സുഖ, വേറൊന്നും അറിയണ്ട, ഫുൾ ടൈം ഇരുന്ന് എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അതായത് കുറവുകൾ കൊണ്ട് എന്തെങ്കിലും ജോലി നേടിയത് കാണുമ്പോൾ അതിലെന്തോ ഒരു കുറവുള്ള പോലെ. ഇന്നെപ്പോലെ 24 മണിക്കൂർ ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ ആയിട്ട് നടന്നിട്ട് ജോലി നേടി കാണിക്കട്ടെ, അപ്പം ഞാനും എന്ത് ചെയ്യാം? ഞാനും വിശ്വസിക്കാം. ഇത് കുറവുള്ളതുകൊണ്ടല്ലേ. കുറവുണ്ടെങ്കിൽ ഇപ്പം ഞാനും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഞാനും എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവും എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ചിന്തിച്ചു പോകുന്നു. സോ നമ്മൾ തീരുമാനിച്ച്, നമുക്ക് ഒരു ആഗ്രഹം പോരാ, നമുക്ക് ജോലി എന്തായിട്ട് മാറണം? ആവശ്യമായിട്ട് മാറണം. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്ത്, നമ്മൾ 23 വയസ്സ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും ചെലവിലാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോണത്. ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ തന്നെ ഉറപ്പാണ് 23 കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ കണക്കാര് ചോദിക്കും? രക്ഷിതാക്കൾ ചോദിക്കും. എങ്ങനെയാ ചോദിക്കുക? ഇന്നത്തെ ട്രെൻഡിൽ പറയുന്ന പോലെ വാഴ വെച്ചാൽ മതിയായിരുന്നു. ഒറ്റ സെന്റൻസ് മതി. ആ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 23 വർഷം വരെ ചെലവാക്കിയതൊക്കെ വേസ്റ്റായി എന്നുള്ള ലെവലിലേക്ക് നമ്മൾ പറയൂലേ. ഞാൻ പറയുന്നത് നമ്മൾ ഒരു 25 വയസ്സ് വരെ ഒന്നുമില്ലായ്മയിൽ ജീവിച്ചെങ്കിൽ 25-ൽ നിന്ന് അങ്ങോട്ടും ഒന്നുമില്ലായ്മയാണെങ്കിൽ അതിന് കാരണക്കാരൻ നമ്മൾ മാത്രമാണ്. കാരണം നമ്മളെയൊക്കെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കഷ്ടപ്പാടുകൾ പോലും അറിയിക്കാതെ അപ്പുറത്ത് കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്ന എന്തിനാ? നമ്മൾ ആഗ്രഹിച്ചൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്.